ലക്ഷദ്വീപ് ഉണ്ടായത് എങ്ങനെയെന്നുള്ളതിനെ കുറിച്ച് അവർക്ക് രസകരമായ ഒരു കഥയുണ്ട്. അവരുടെ പഴമക്കാർ പറയുന്ന, അറബിക്കടലിലൂടെ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു കപ്പലിങ്ങനെ പോവാൻ. ആ കപ്പലിൽ കുറേ തൊഴിലാളികളും കുറേ കച്ചവടക്കാരും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ പോകുന്ന വഴിക്ക് കാറ്റും കോളും വന്ന് കപ്പൽ തകരാൻ തുടങ്ങി. വലിയ തിരമാലകൾ വന്ന് ഇടിച്ചിട്ട് കപ്പലിൻ്റെ പലകയൊക്കെ പൊളിഞ്ഞ് അടിഭാഗത്തുനിന്ന് വെള്ളം കയറാൻ തുടങ്ങി. അതിനകത്ത് കാർപ്പൻറ്റേഴ്സൊക്കെ ഉണ്ടാവുമല്ലോ, അടയ്ക്കാനും ശരിയാക്കാനും ഒക്കെ ശ്രമിച്ചു. കപ്പിത്താൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു, ഒരു രക്ഷയുമില്ല. നല്ല രാത്രിയാണ്, കനത്ത കൂരിരുട്ടുണ്ട്, മഴ പെയ്തുകൊണ്ടേയിരിക്കുന്നു. ആ കപ്പലിൽ സാത്വികനായ ഒരു സൂഫി ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് മനസ്സിലായി, ഇനി പ്രാർത്ഥിക്കുകയല്ലാതെ, ഈ മനുഷ്യനെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുകയല്ലാതെ ഒരു വഴിയുമില്ല. ലോജിക്കലി എന്ത് ചെയ്താലും കപ്പലിനി നമ്മൾ രക്ഷപ്പെടുത്താൻ പറ്റില്ല. അപ്പോൾ എല്ലാവരും കൂടി ഓടിച്ചെന്നിട്ട് ഇയാളുടെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, ഉസ്താദെ, നമ്മളെല്ലാവരും മരിക്കാൻ പോവാണ്, ഇനി ആകെ ഒരു വഴിയേ ഉള്ളൂ, ഉസ്താദ് ദുആ ചെയ്യണം, പടച്ച തമ്പുരാനോട് നിങ്ങൾ മനസ്സുരുകി പ്രാർത്ഥിക്കണം, നമ്മൾ രക്ഷപ്പെട്ട് കിട്ടാം, അല്ലെങ്കിൽ നമ്മളൊക്കെ ഈ കടലിൽ വീണ് മരിക്കും. അപ്പോൾ ഉസ്താദിൻ്റെ പോക്കറ്റിൽ നിന്ന് ഒരു തസ്ബീഹ് മാല എടുത്തു. എന്നിട്ട് ഈ തസ്ബീഹ് മാല പിടിച്ച് കണ്ണടച്ചിരുന്നിട്ട് ആ തസ്ബീഹ് മാല പൊട്ടിച്ചിട്ട് ഓരോ മുത്തുകളും 4 ഭാഗത്തേക്കും എറിഞ്ഞു. അപ്പോൾ ഈ 4 ഭാഗത്തേക്കും ഈ മുത്തുകൾ വന്ന് വീണ് കഴിഞ്ഞപ്പോൾ അതിൽ ഇത്തിരി ശാന്തമായി, നിലാവ് ഇത്തിരി തെളിഞ്ഞു, മഴ ഒന്ന് കുറഞ്ഞു, കപ്പൽ സ്റ്റേബിളായി. തെളിഞ്ഞ നിലാവിൽ ഈ കൂടെയുള്ള മനുഷ്യരൊക്കെ നോക്കിയപ്പോൾ ഈ മുത്തുകളൊക്കെ വന്ന് വീണെടുത്ത് ചെറിയ തുരുത്തുകൾ ഉയർന്നു പൊങ്ങുന്നത് അവർ കണ്ടു. ആ തുരുത്തുകളിലേക്ക് അവരൊക്കെ നീന്തി കയറി. ആ തുരുത്തുകളാണ് ലക്ഷദ്വീപുകൾ എന്നാണ് ലക്ഷദ്വീപുകൾ ഉണ്ടായതിനെക്കുറിച്ചുള്ള അവരുടെ ഒരു കഥ. കടലിനെ അത്രയും ആത്മാവിലെടുത്ത, കടലിനെ കഥകളിലൂടെ ജീവിപ്പിക്കുന്ന, അറിയുന്ന, ഇൻ്റർപ്രറ്റ് ചെയ്യുന്ന മനുഷ്യരാണ് ദ്വീപിലുള്ള ആളുകൾ. പല സീസണിൽ ലക്ഷദ്വീപിലേക്ക് സെയിൽ ചെയ്യുന്നത് പല അനുഭവങ്ങളാണ്. ഇപ്പോൾ സമ്മറിലാണെങ്കിൽ വളരെ ഹ്യൂമിഡായിരിക്കും, അസഹനീയമായ ചൂടും കടൽക്കാറ്റും ഒക്കെ കൊണ്ട് നമ്മൾ വിയർത്ത് വെന്തുരുകി ബുദ്ധിമുട്ടും. കപ്പലിനകത്ത് AC ഒക്കെ ഉണ്ടാവും, ഫസ്റ്റ് ക്ലാസ് ആണെങ്കിലും സെക്കൻഡ് ക്ലാസ് ആണെങ്കിലും ബങ്ക് ക്ലാസ് ആണെങ്കിലും AC ഉണ്ടാവും. പക്ഷെ നമ്മൾ അതിൻ്റെ അകത്തിരിക്കാതെ പുറത്തിറങ്ങി ഡെക്കിലേക്കൊക്കെ വന്ന് കടലുമായിട്ട് നമുക്ക് എന്തെങ്കിലും സമ്പർക്കങ്ങളോ ഇൻ്ററാക്ഷൻസോ ആവശ്യമുണ്ട് എങ്കിൽ അത്ര ഐഡിയലായ ഒരു പീരീഡല്ല. മൺസൂണാണ് ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ള സമയം. കാരണം മല പോലെയുള്ള കൂറ്റൻ തിരമാലകളിൽ കപ്പൽ ലിറ്ററലി ഇങ്ങനെ ആടിക്കൊണ്ടാണ് പോവുക. ഓൾ വെതർ സെയിലിംഗ് ഷിപ്സ് ഉണ്ട് ലക്ഷദ്വീപിലേക്ക്, അത് വലിയ ഷിപ്സാണ്. അതിലാണെങ്കിൽ പോലും ദ്വീപുകാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഛർദ്ദിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഏറ്റവും നല്ല സീസൺ ഓഫ് കോഴ്സ് വിൻ്ററാണ്. ഏതെങ്കിലും ഒരു സീ പോർട്ടിൽ ചെന്ന് അവിടുത്തെ ഫോർമാലിറ്റീസൊക്കെ കഴിഞ്ഞ് നമ്മൾ ഒരു ഷിപ്പിൽ കയറുന്നു. നമ്മൾ കയറി കഴിഞ്ഞിട്ടാണ് സാധനങ്ങളും ലഗേജൊക്കെ കയറ്റുന്നത്. നമ്മൾ രാവിലെ തന്നെ ബോർഡ് ചെയ്തിട്ടുണ്ടാവും, ഉച്ച കഴിഞ്ഞിട്ടാണ് കപ്പൽ എടുക്കുന്നത്. കപ്പലിങ്ങനെ എടുത്ത് കുറച്ചങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നെ കടൽ മാത്രമാണ്. ലാൻഡ് നമുക്ക് നഷ്ടപ്പെട്ടു, മൊബൈലിൻ്റെ റേഞ്ച് നഷ്ടപ്പെട്ടു. പിന്നെ നമുക്ക് കടൽ തരുന്ന സിഗ്നൽസ് മാത്രമേ ഉള്ളൂ. ഇഫ് വി ആർ സെൻസിറ്റീവ് എനഫ്, ഇഫ് യു വാണ്ട് ടു ലിസൺ ടു വാട്ട് ദ സീ ഈസ് ടെല്ലിങ് അസ്, നമുക്കത് ലിസൺ ചെയ്യാം, നമുക്കത് ഒബ്സർവ് ചെയ്യാം. അത് ഡീപ്ലി എൻറിച്ചിങ് ആയ, എൻലൈറ്റനിങ് ആയ, ഹൈലി റിവാർഡിങ് ആയിട്ടുള്ള ഒരു ഫിലോസഫിക്കൽ സ്പിരിച്വൽ എക്സ്പീരിയൻസ് ആയിട്ടാണ് എനിക്ക് എപ്പോഴും തോന്നാറുള്ളത്. വളരെ സാഹസികമായൊരു പ്രവൃത്തിയാണ്. ഞാൻ പല ദ്വീപുകളിലും ഇത് മഴക്കാലത്ത് ഈ ഒരു പ്രോസസ്സിലൂടെ കടന്നു പോയിട്ടുണ്ട്. ഇവിടെ നിന്ന് പ്ലസൻ്റായ ഒരു വെതറിൽ നോക്കിയിരിക്കുമ്പോൾ മാത്രമാണ് കടലൊരു റൊമാൻറ്റിക് എക്സ്പീരിയൻസ് ആയിട്ടുള്ളത്. വെൻ യു ആർ ഇൻ ഇറ്റ്, കടലൊട്ടും റൊമാൻറ്റിക് ആയ ഒരു കാര്യമല്ല.